നമുക്കിന്ന് കാരൂർ നീലകണ്ഠപിള്ള എഴുതിയിട്ടുള്ള പൊതിച്ചോറ് എന്ന ചെറുകഥയെക്കുറിച്ച് നോക്കാം. അതിനു മുൻപ് കാരൂരെക്കുറിച്ച് പറയുമ്പം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളിൽ ചില കൃതികൾ വാദ്യാർ കഥകൾ എന്ന് അറിയപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണ് ആ കൃതികൾ? അതിന് കുറച്ചെണ്ണം നമ്മൾ പരിശോധിക്കുമ്പം പൊതിച്ചോറ്, ഊണിൻ്റെ കണക്കിൻ, പെൻഷൻ, കാൽചക്രം, കുടുംബ ബഡ്ജറ്റ്, ഉത്തരക്കടലാസ്, അത്ഭുത മനുഷ്യൻ തുടങ്ങിയവ വാദ്യാർ കഥകൾ എന്നാണ് അറിയപ്പെടുന്നത്. അല്ലാത്ത അദ്ദേഹത്തിൻ്റെ മറ്റുള്ള കഥകളാണ് പൂവമ്പഴം, മരപ്പാവകൾ, മോതിരം, ഉതുപ്പാൻ്റെ കിണർ, പിശാചിൻ്റെ കുപ്പായം, കൊച്ചനുജത്തി, മീൻകാരി, ഇരുട്ടിൽ, രഹസ്യം തുടങ്ങിയവ. അപ്പം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായിട്ടുള്ള കഥകളിൽ പ്രധാനമാണ് പൂവമ്പഴവും മോതിരവും. പൂവമ്പഴം എന്ന് പറയുമ്പം പൂവമ്പഴം എന്ന പേരിൽ തന്നെ കൃതികൾ എഴുതിയിട്ടുള്ള മറ്റ് രണ്ട് പേര് കൂടിയുണ്ട്. ആരൊക്കെയാണ്? ഒന്ന് വൈക്കം മുഹമ്മദ് ബഷീറാണ്, രണ്ടാമത്തത് മാധവിക്കുട്ടിയാണ്. അപ്പം പൂവമ്പഴം എന്ന പേരിൽ ബഷീർ, കാരൂർ, മാധവിക്കുട്ടി ഈ മൂന്ന് പേരും കഥകൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ മരപ്പാവകൾ, കാരൂരിൻ്റെ മരപ്പാവകളുണ്ട്. ചിരിക്കുന്ന മരപ്പാവകൾ ആരുടേതാണ്? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൃതിയാണ് ചിരിക്കുന്ന മരപ്പാവകൾ എന്ന് പറയുന്നത്. കാരൂരിനെ കുറിച്ച് മറ്റുള്ള സാഹിത്യകാരന്മാർ പറഞ്ഞിട്ടുള്ള ഒന്ന് രണ്ട് അഭിപ്രായങ്ങൾ കൂടി നോക്കിയിട്ട് നമുക്ക് കഥയിലേക്ക് കടക്കാം. സാഹിത്യകാരനായിട്ടുള്ള ഇനി ഞാൻ ഉറങ്ങട്ടെയൊക്കെ എഴുതിയിട്ടുള്ള പി.കെ. ബാലകൃഷ്ണൻ പറഞ്ഞത് ഇങ്ങനെയാണ്: സർക്കസിലെ കത്തിയേറുകാരൻ്റെ ഒരു നിലയാണ് കാരൂരിനുള്ളത്. എന്താണ്? സർക്കസിലെ കത്തിയേറുകാരൻ്റെ ഒരു നിലയാണ് കാരൂരിനുള്ളത് എന്ന് കാരൂരിനെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് പി.കെ. ബാലകൃഷ്ണനാണ്. അടുത്തതായിട്ട് സാഹിത്യകാരനായിട്ടുള്ള എഴുത്തുകാരനായിട്ടുള്ള എം ബഷീർ പറയുന്നത് കാരൂർ കഥ പറയുകയല്ല, കഥ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരൂർ കഥ പറയുകയല്ല, കഥ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എം ബഷീറാണ് പറഞ്ഞത്. പി പോൾ പറയുകയാണ്: മലയാളത്തിലെ ഏറ്റവും നല്ല ചെറുകഥകൾ തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ ഞാൻ ചെകുത്താൻ ആദ്യം എടുക്കും. കാരൂരിൻ്റെ കഥയാണ് ചെകുത്താൻ. അപ്പം മലയാളത്തിലുള്ള ഏറ്റവും നല്ല ചെറുകഥകൾ തിരഞ്ഞെടുക്കാൻ പി പോളിനോട് പറയുകയാണെങ്കിൽ പി പോൾ തിരഞ്ഞെടുക്കുക ഏതാണ്? ചെകുത്താനാണ് എന്നാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള ധാരാളം കൃതികൾ എഴുതിയിട്ടുള്ള, ആളുകൾക്ക് ഏറെ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന കഥകൾ എഴുതിയിട്ടുള്ള സാഹിത്യകാരനാണ് കാരൂർ എന്ന് വിളിക്കുന്ന കാരൂർ നീലകണ്ഠപിള്ള. നമുക്ക് അദ്ദേഹത്തിൻ്റെ കഥയിലേക്ക്, പൊതിച്ചോറ് എന്ന കഥയിലേക്ക് പ്രവേശിക്കാം. എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പം നന്നായി കഥ വായിച്ചതിന് ശേഷം മാത്രം പോവുക. ഇനി നമുക്ക് ചെറുതായിട്ടൊരു സമ്മറി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ പൊതിച്ചോറ്, നമ്മൾ ഒരിക്കലെങ്കിലും ഈ പൊതിച്ചോറ് എന്ന കഥയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഒരു 2 വരിയിൽ ഒതുക്കി പറയുകയാണെങ്കിൽ, ഒരു കുഞ്ഞിൻ്റെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഉച്ചഭക്ഷണം ഒരു ഹെഡ് മാസ്റ്റർ മോഷ്ടിച്ച് കഴിക്കുന്നതും, പിന്നീട് സമ്മതിച്ചുകൊണ്ട് താനാണ് അത് ചെയ്തത് എന്ന് സമ്മതിച്ചുകൊണ്ട് മേലുദ്യോഗസ്ഥർക്ക് തൻ്റെ കഷ്ടപ്പാട് വിവരിച്ചുകൊണ്ട് എഴുതുന്ന ഒരു കത്തോടു കൂടിയാണ് ഈ കഥ അവസാനിക്കുന്നത്. നമ്മൾ ഇത്രയും ചുരുക്കി എളുപ്പത്തിൽ പറയുകയാണെങ്കിലും അതിൽ അടങ്ങിയിട്ടുള്ള കണ്ടൻറ്റ് അല്ലെങ്കിൽ അതിലുള്ള ആശയം എന്ന് പറയുന്നത് ഏറെ വ്യാപ്തിയുള്ള ഒന്നാണ്. നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ കഥയെ നമ്മൾ ഒരു കഥ എന്ന നിലയിൽ മാത്രം കേവലം വായിച്ചു പോകാതെ അതിനെ നമ്മൾ വിമർശനാത്മകമായിട്ട് സമീപിക്കേണ്ടതായിട്ടുണ്ട്. ഒരു അധ്യാപകനാണ് ഒരു കുഞ്ഞിൻ്റെ ഭക്ഷണം മോഷ്ടിക്കുന്നത്. അങ്ങനെ ഒരു അധ്യാപകൻ ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിവർത്തികേട് എന്താണ് എന്ന് ഈ കഥയിലൂടെ എഴുത്തുകാരൻ പറയാതെ പറയുകയാണ് ചെയ്യുന്നത്. നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: സാർ, ഈ കുട്ടിയുടെ ചോറ് ഇവിടെ വെച്ചിരുന്നിട്ട് കണ്ടില്ല. 2ാം ക്ലാസ്സിലെ അധ്യാപകൻ ഹെഡ് മാസ്റ്ററോട് പറഞ്ഞു. അധ്യാപകൻ ഇങ്ങനെ പറഞ്ഞപ്പം ഹെഡ് മാസ്റ്റർ അതിന് കാര്യമായിട്ടുള്ളൊരു പരിഗണന നൽകുന്നില്ല. ഈ വേളയിലൊന്നും നമ്മൾ തിരിച്ചറിയുന്നില്ല ഹെഡ് മാസ്റ്ററാണ് ആ കുഞ്ഞിൻ്റെ ഭക്ഷണം മോഷ്ടിച്ച് കഴിച്ചിട്ടുള്ളത് എന്നത്. അപ്പം ഹെഡ് മാസ്റ്റർ കാര്യമായിട്ട് അങ്ങനെ ഒന്ന് ഗൗനിക്കാതെ നിൽക്കുമ്പം ആ കുഞ്ഞിനെയും കൂട്ടി വന്ന് കുഞ്ഞും കരയാനായിട്ടുള്ള സ്വരത്തിൽ പറയുന്നുണ്ട്, ഞാൻ അവിടെയാണ് വെച്ചിട്ടുള്ളത് നോക്കാം. അപ്പം സാരമില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ തിരിച്ചങ്ങോട്ട് ക്ലാസ്സിലേക്ക് വിടുന്നുണ്ട്. അപ്പോൾ ഹെഡ് മാസ്റ്ററും അധ്യാപകരൊക്കെ കൂടി പരിശോധിക്കുന്നുണ്ട്. അപ്പം ഓരോ കുഞ്ഞുങ്ങളോടും ചോദിക്കുന്നുണ്ട്, നീയാണോ മോഷ്ടിച്ചത് എന്ന്. അപ്പോൾ അതിനെ സംബന്ധിച്ച് അത്രയും ദൗർഭാഗ്യപരമായിട്ടുള്ള ഒരു കാര്യം വേറെ ഒന്നുമില്ല. തൻ്റെ കുഞ്ഞുങ്ങളായിട്ടുള്ള, തൻ്റെ വിദ്യാർത്ഥികളായിട്ടുള്ള മക്കളെ താൻ ചെയ്ത ഒരു കുറ്റത്തെ മറച്ചു വെച്ചുകൊണ്ട് അവരിൽ ആ കുറ്റം ചാർത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതിനുള്ള കാരണം എന്താണ് എന്ന് കഥയുടെ തുടർഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്കതിലേക്ക് കിടക്കാം. ആരാണ് ഭക്ഷണം മോഷ്ടിച്ചത് എന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അധ്യാപകർ അവർക്കാവുന്ന ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ. എന്നാൽ അതേ സമയത്ത് തന്നെ ഈ കുഞ്ഞുങ്ങൾ പരസ്പരം ഈ കുറ്റം ചാർത്തുന്നുണ്ട്. നീ അല്ലേ മോഷ്ടിച്ചത് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒടുവിൽ
അധ്യാപകർ കുട്ടികളെല്ലാവരെയും വിചാരണ ചെയ്തു, ആരും കുറ്റം ഏറ്റെടുക്കുന്നില്ല. കാരണം ആരും അല്ല അത് ചെയ്തിട്ടുള്ളത്. ഒടുവിൽ സ്കൂൾ വിട്ട് വിദ്യാർത്ഥികളൊക്കെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞ സമയത്ത് ഒന്നാം അധ്യാപകൻ, അതായത് പ്രധാന അധ്യാപകൻ ഹെഡ് മാസ്റ്റർ ഒരു കത്ത് എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. നേരം സന്ധ്യ ആയപ്പോഴേക്ക്, സന്ധ്യ മയങ്ങുന്നതുവരെ ഒരെഴുത്ത് അദ്ദേഹം എഴുതി എന്നാണ് പറയുന്നത്. എഴുത്ത് നിർത്തി അദ്ദേഹം ഇറങ്ങുകയാണ്. രാത്രി ഊണും കഴിഞ്ഞ് റേഡിയോ കേട്ട് രസിച്ചു കൊണ്ടിരിക്കുമ്പോൾ മാനേജർക്ക് ഇങ്ങനെയൊരു കത്ത് കിട്ടുകയാണ്. അപ്പം മാനേജർ ആ കത്ത് വായിക്കുന്നതിലൂടെയാണ് നമുക്ക് ആ അധ്യാപകൻ്റെ പ്രയാസങ്ങൾ, ആ അധ്യാപകൻ എന്ന് പറയുന്നത് കേവലം ഒരു വ്യക്തിയല്ല, ആ കാലത്തുള്ള അധ്യാപകർ അനുഭവിച്ചിട്ടുള്ള അവരുടെ യാഥാർത്ഥ്യമായിട്ടുള്ള ജീവിതം കൂടിയായി മാറുകയാണ്. ആ ജീവിതത്തിൻ്റെ ഒരു പ്രതിനിധിയായി മാത്രമാണ് ഈ കഥയിലെ അധ്യാപകൻ മാറുന്നത്. ഹെഡ് മാസ്റ്റർ മാനേജർക്ക് അയച്ചിട്ടുള്ള ആ കത്തിൻ്റെ ഒരു ഭാഗം നമുക്ക് വായിക്കാം. കാരണം ഈ കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണത്. കത്തിൻ്റെ ആദ്യ ഭാഗത്ത് തൻ്റെ കുഞ്ഞുങ്ങൾ ആരും അങ്ങനെ ചെയ്യില്ല, തൻ്റെ സഹപ്രവർത്തകർ ആരും അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട്. താനാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാണ് താൻ ഇത് ചെയ്യുന്നതിന് പിന്നിലുള്ള കാരണം എന്താണ് എന്ന് അധ്യാപകൻ കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: ഒരു പട്ടിയെ പോലെ ഞാനിത് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഞാൻ ഇതിനു മുൻപ് തന്നെ ഇത് ചെയ്തു പോയേനെ. അതിനുള്ള ആവശ്യമുണ്ടാകാഞ്ഞിട്ടല്ല, ചെയ്തില്ലെന്നു മാത്രം. എൻ്റെ കൂട്ടുകാരാരും ഇത് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം ആവശ്യമില്ലായ്കയല്ല, അപമാന ഭീരുതയാണ്. ഞാൻ അതിൻ്റെ അപ്പുറത്തേക്കു കടന്നു. ഞാൻ ജനിച്ചു പോയില്ലേ, എനിക്ക് ജീവിക്കണ്ടേ? 30 കൊല്ലമായി ജോലി ചെയ്യുന്ന എനിക്ക് നിങ്ങൾ തരുന്ന 12 രൂപ എത്ര പേരുടെ നിത്യവൃത്തിക്കുള്ളതാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്ക് എന്തറിയണം? നിങ്ങൾ എന്തിനറിയണം? അല്ലേ, ആരും അറിയണ്ട. അറിയണ്ടെന്ന് വെച്ചാലും ഒരിക്കൽ എല്ലാവരും അറിയും. 8 പേരുള്ള ഒരു കുടുംബത്തിന് 30 ദിവസത്തേക്ക് ഈ വില കൂടുതൽ കാലത്ത് 12 രൂപ. കുട്ടികൾക്ക് മാതൃകയായിരിക്കണം. ഒരു സ്കൂൾ ഭരിക്കണം. തീർത്താൽ തീരാത്ത ജോലി ചെയ്യണം. മാനവും മര്യാദയുമായി ജീവിക്കണം. എനിക്കുമുണ്ട് അമ്മയും അച്ഛനും, വൃദ്ധരായി പ്രവൃത്തി ശക്തി നശിച്ചവരായിട്ട്. എനിക്കുമുണ്ട് ഭാര്യയും കുട്ടികളും. എന്നെ ആശ്രയിച്ച് എനിക്കുമുണ്ട് ഇച്ഛകളും വികാരങ്ങളും നിങ്ങളെപ്പോലെ. ഞാനൊരു കുട്ടിയുടെ ചോറെടുത്തുണ്ടു. മോഷ്ടിക്കുകയായിരുന്നോ? ആയിരുന്നിരിക്കാം. ഇപ്പോൾ ഇതാ ഞാൻ തുറന്നു പറയുന്നു. ഇന്നലെ കാലത്ത് കഞ്ഞി കുടിച്ചതിൽ പിന്നെ 28 മണിക്കൂർ നേരം യാതൊരു ആഹാരവും കഴിക്കാതെ ജോലി ചെയ്ത് തളർന്നു വീണു പോകുമെന്ന് തോന്നിയപ്പോൾ ഞാനൊരു കുട്ടിയുടെ, ആരുടെയെങ്കിലും ആകട്ടെ, 3 മണിക്കൂർ മുമ്പ് എന്തെങ്കിലും ആഹാരം കഴിച്ചിരിക്കാവുന്ന ഒരുത്തൻ്റെ 3-4 ഉരുളയോളം വരുന്ന ചോറെടുത്തുണ്ടു. അത് തെറ്റായിരിക്കാം, പാപമായിരിക്കാം. പരലോകത്ത് ചെല്ലുമ്പോൾ എന്നെ കൊണ്ട് അതിനുത്തരം പറയിക്കുമായിരിക്കാം. ഇവിടെയും ഞാൻ ഉത്തരം പറയേണ്ടി വരുമായിരിക്കാം. ഞാൻ പറഞ്ഞുകൊള്ളാം. പക്ഷേ എന്നോടും നിങ്ങൾ ഒന്ന് പറയിൻ, ഞാൻ പിന്നെ എന്തു ചെയ്യണമായിരുന്നു? ആ ചോദ്യം സമൂഹത്തോടുള്ളതാണ്, ഭരണകൂടത്തോടുള്ളതാണ്. 30 വർഷമായി ഒരേ അളവിൽ മാത്രം ശമ്പളം കിട്ടുന്ന കുടുംബത്തിലെ 8 പേരെ പോറ്റി വളർത്താൻ ഉത്തരവാദിത്തമുള്ള ആ അധ്യാപകൻ മറ്റെന്താണ് ചെയ്യുക എന്നത് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. സമൂഹത്തിലെ ആ കാലത്തുണ്ടായിരുന്ന, അല്ലെങ്കിൽ എക്കാലത്തും പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണത്. അധ്യാപകന് നീണ്ട 30 വർഷം ഒരേ അളവിൽ മാത്രമാണ് ശമ്പളം കിട്ടിയിട്ടുള്ളത്. ആ ശമ്പളം കൊണ്ട് 8 വയറുകളാണ് എരിയേണ്ടതായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ദാരിദ്ര്യത്തിൽ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു ദിവസം അദ്ദേഹത്തിന് കഴിയുന്നത്ര വിശപ്പിനെ അദ്ദേഹം പിടിച്ചടക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു ദിവസം ആ വിശപ്പിൻ്റെ വിളിക്ക് മുന്നിൽ അദ്ദേഹം പരാജിതനായിത്തീരുന്നു. ആ വിളി അദ്ദേഹത്തെ ഒരു അധ്യാപകൻ എന്ന നിലയിൽ കൂടി പരാജിതനാക്കിയതായി അദ്ദേഹം തിരിച്ചറിയുകയാണ്.